ജിബിൻ അവൾ കിടക്കുന്ന റൂം നമ്പർ 104 മുൻപിലെത്തി. വാതിൽ തുറന്നതും കണ്ടു കട്ടിലിൽ കിടന്നുറങ്ങുന്ന അവളെ. ദേഹമാകെ പരിക്കുണ്ട്. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ട് വലിയ കെട്ടുമുണ്ട്. അവൻ മെല്ലെ അകത്തേക്ക് കടന്നു. പക്ഷേ അവൻ വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടുപോലും ഉണ്ടായിരുന്നില്ല. ജിബിൻ ഒരു നിമിഷം ആ പെൺകുട്ടിയെ ആകെ ഒന്ന് നോക്കി. വലിയ പ്രായമൊന്നും തോന്നിക്കാത്ത ചെറിയൊരു പെൺകുട്ടിയാണ്. വെളുത്ത ശാലീനത തോന്നുന്ന മുഖവും ഉണ്ട കണ്ണുകളും ഇടതൂർന്ന കട്ടിമുടിയും ഒക്കെയുള്ള ഒരു സുന്ദരി കുട്ടി. ആകെ പരിക്ക് പറ്റി കിടക്കുകയാണെങ്കിലും കാണുമ്പോൾ എന്തോ ഒരു ആകർഷണീയത പോലെ. ജിബിൻ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കി. ജനിച്ചു വീണ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് പോലെ ഒന്നും അറിയാതെ അവൾ ഉറങ്ങുകയാണ്. മുഖം ഒരു സൈഡിലേക്ക് ചരിച്ചു വെച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ കാണുമ്പോൾ വല്ലാത്തൊരോമനത്തം പോലെ തോന്നിയ അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. റൂമിൽ അപ്പോൾ സിസ്റ്റർമാരോ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള ടേബിളിൽ അവളുടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയലുണ്ടായിരുന്നു. അവൻ നേരെ ടേബിളിനടുത്ത് ചെന്ന് ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ഫയൽ കയ്യിലെടുത്തു. ഫയലിൻ്റെ ആദ്യ പേജ് മറച്ചപ്പോൾ തന്നെ അതിൽ അവളുടെ പേരുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി, 26 വയസ്സ്. അവൻ അതൊന്ന് മെല്ലെ വായിച്ചു. പേര് വായിച്ചതും അവനൊന്ന് വിടർന്ന കണ്ണുകളോടെ അവളെ വീണ്ടും നോക്കി. പേരുപോലെ തന്നെ ശരിക്കും ലക്ഷ്മി പോലെ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ കാണാൻ. പാവം, അവളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ പറഞ്ഞു. ശേഷം അവൻ അവളുടെ ഫയൽ ഓരോ പേജും മറച്ചുകൊണ്ട് നന്നായി വായിച്ചു നോക്കി. അവൻ്റെ ഫീൽഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിലെഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും അവന് മനസ്സിലായില്ല. എന്തായാലും കൈക്ക് ഫ്രാക്ചർ ഉണ്ടെന്നും മുറിവുണ്ടെന്നുമൊക്കെ അവൻ വായിച്ചു മനസ്സിലാക്കി. ശേഷം അവൻ ഫയൽ അവിടെ തന്നെ വെച്ചു. അപ്പോഴാണ് ആ മുറിയിൽ അവൾ ഒറ്റയ്ക്കാണല്ലോ എന്ന് അവൻ ഓർത്തത്. നേഴ്സുമാർ ആരുമില്ലേ? അവൻ മനസ്സിൽ വിചാരിച്ചു. അവൻ അപ്പോൾ ഫോണെടുത്ത് വാർഡിലെ നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഹലോ, ഞാൻ MD ജിബിനാണ്. 104 പേഷ്യൻറ്റിൻ്റെ അടുത്ത് ബൈസ്റ്റാൻഡർ ആരുമില്ലേ? ഇവിടെ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളതാരാണെന്ന് വെച്ചാൽ ഒന്നിങ്ങോട്ട് വരണം. അവൻ അത് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴാണ് മുറിയിൽ നിന്ന് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ കണ്ണു തുറന്നത്. ഉറക്കത്തിലായിരുന്ന അവൾ അവളുടെ കണ്ണുകൾ മെല്ലെ തുറന്നപ്പോൾ മുറിയിൽ നിൽക്കുന്ന ജിബിനെയാണ് കണ്ടത്. ആരാണെന്ന് അവൾക്ക് ആദ്യം മനസ്സിലായില്ല. ഡോക്ടർ ആയിരിക്കുമെന്നാണ് അവൾ കരുതിയത്. ജിബിനെ കണ്ടപ്പോൾ അവൾ ഇടത് കൈ കുത്തിക്കൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ നോക്കി. വേണ്ട, എണീക്കണ്ട, കിടന്നോളൂ. ജിബിൻ അപ്പോൾ അവൾക്കരികിലേക്ക് ചെന്നു. അവൻ അത് പറഞ്ഞെങ്കിലും അവൾ പതിയെ എഴുന്നേറ്റു. എണീക്കാൻ പാടുപെടുന്ന അവളെ കണ്ടപ്പോൾ ജിബിൻ എന്തോ വല്ലായ്മ തോന്നി. അവനൊന്ന് മെല്ലെ ചെന്ന് അവളെ താങ്ങി പിടിച്ചു. അവൾ അപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്കൊന്നു നോക്കി. വേണ്ട ഡോക്ടർ, കുഴപ്പമില്ല, അവൾ പറഞ്ഞു. ജിബിൻ അപ്പോൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ അവളെ താങ്ങി എണീറ്റിരിക്കാൻ സഹായിച്ചു. ശേഷം അവൻ അവൻ്റെ കൈ മെല്ലെ പിൻവലിച്ചു. പിന്നെ ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടറല്ല ഞാൻ, ഹോസ്പിറ്റലിൻ്റെ MD ആണ്, ജിബിൻ. കുട്ടി ഇന്നലെ വിളിച്ചിരുന്നല്ലോ. അവൻ അത് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ജിബിനെ മനസ്സിലായത്. അവൻ്റെ വേഷമൊക്കെ കണ്ടപ്പോൾ നോക്കാൻ വന്ന ഡോക്ടറാണെന്നാണ് അവൾ ശരിക്കും കരുതിയത്. പെട്ടെന്നത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. ഇന്നലെ വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ കൂട്ടിനാരുമില്ലാതെ കയ്യിൽ പൈസയില്ലാതെ എന്ത് ചെയ്യുമെന്നോർത്ത് കട്ടിലിൽ കിടന്നപ്പോൾ ദൈവം പോലെ തന്നെ സഹായിച്ച ആളാണ്. അവൾ വിചാരിച്ചതിനേക്കാളൊക്കെ എത്രയോ ചെറുപ്പമായിരുന്നു അവൻ. അവൾക്ക് ജിബിനെ കണ്ടപ്പോൾ വല്ലാത്ത ബഹുമാനവും സ്നേഹവും തോന്നി. ഒപ്പം അവൾ അറിയാതെ അവളുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ ജിബിനോട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് സ്റ്റാഫ് നേഴ്സ് കടന്നു വന്നത്. സാർ. നേഴ്സ് ബഹുമാനത്തോടെ ജിബിന് മുന്നിൽ നിന്നു. എന്താ ഈ കുട്ടിയുടെ കണ്ടീഷൻ? ജിബിൻ നേഴ്സിനോട് ചോദിച്ചു. കുഴപ്പമില്ല സാർ, കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അത് ഭേദമാകാൻ കുറച്ച് സമയമെടുക്കും. ചെറിയൊരു പൊട്ടലും ജോയിൻസ് ഒന്ന് അകലുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മുറിവൊക്കെ ഇൻഫെക്ഷൻ ആവാതിരിക്കാനുള്ള മരുന്ന് വയ്ക്കുകയും ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സദാനന്ദൻ ഡോക്ടർ ആയിരുന്നല്ലേ ഇന്നലെ ഡ്യൂട്ടിയിൽ? അതെ സാർ, ഇനി നാളെ രാവിലെ റൗണ്ട്സിന് വരും. അപ്പോൾ നോക്കിയിട്ട് ഡിസ്ചാർജ് ആക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല, നേഴ്സ് പറഞ്ഞു. ഓക്കെ, ഞാൻ കുട്ടിയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടി വിളിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വരുമ്പോൾ റൂമിൽ ആരെയും കണ്ടില്ലല്ലോ. ഈ കുട്ടിയുടെ കൂടെ ബൈസ്റ്റാൻഡർ ആരുമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങളിൽ ആരെങ്കിലും ഫ്രീ ഉള്ള ഒരാൾ കുറച്ച് സഹകരിച്ച് ഒന്നിവിടെ നിൽക്കണം. ഇടയ്ക്ക് വന്നിട്ട് നോക്കണം.
ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന പോലെ ചെയ്യാൻ. നിങ്ങൾക്കിനി അതൊരു എക്സ്ട്രാ ഡ്യൂട്ടി ആവുമെന്ന് കരുതി പേടിക്കണ്ട. കൂടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ എക്സ്ട്രാ ടൈം നോട്ടീസ് ചെയ്ത് പറഞ്ഞാൽ മതി. സാലറിയുടെ കൂടെ എക്സ്ട്രാ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് തന്നേക്കാം. ഒറ്റയ്ക്ക് ഇങ്ങനെ വയ്യാതെ കിടക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ജിബിൻ നെയ്സിനോട് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. ഞാനിപ്പോൾ ഷിഫ്റ്റിൽ കയറിയതേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാഫൊക്കെ പോയി. ഞങ്ങൾ ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം, നെയ്സ് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്കഥവാ ഇനി ബുദ്ധിമുട്ടാവുമെങ്കിൽ മറ്റാരെങ്കിലും അറേഞ്ച് ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേഴ്സിംഗ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു ചോദിക്കൂട്ടോ. ബൈസ്റ്റാൻഡർ ഇല്ലാതെ ഈ കുട്ടിയെ ഒറ്റയ്ക്ക് ഇടണ്ട. ഓക്കെ, ജിബിൻ നെയ്സിനോട് പറഞ്ഞു. ശരി സാർ, നേഴ്സ് അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ജിബിൻ അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. അവൾക്ക് ജിബിനോട് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നി. ബില്ലടയ്ക്കാൻ കാശ് പോലുമില്ലാതെ ഇവിടേക്ക് വന്നവളാണ് താൻ. പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടും തനിക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് തന്നു. താൻ പറയാതെ തന്നെ തൻ്റെ കൂടെ നിൽക്കാൻ ഒരാളെ ഏർപ്പാടാക്കുന്നു. ജിബിൻ സ്നേഹമുള്ളവനാണെന്ന് അവൾക്ക് തോന്നി. ഒരു 10 രൂപ കൊടുക്കാൻ കുറഞ്ഞു പോയാൽ മരുന്ന് കിട്ടാത്ത കാലമാണ്. അതേ സ്ഥാനത്ത് തൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കാതെ തന്നെ തനിക്ക് ഈ റൂം കിട്ടി, ഇത്രയും ട്രീറ്റ്മെൻറ്റ് കിട്ടി. ഇപ്പോൾ ആരോടെങ്കിലും തൻ്റെ കൂടെ വന്ന് നിൽക്കാൻ പറയുന്നു. ജിബിൻ കാണിക്കുന്ന സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. വേദന കുറവുണ്ടോ? ജിബിൻ അപ്പോൾ അവളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ട് സാർ, കുറച്ച് കുറവുണ്ട്, അവൾ പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഡോക്ടർ നാളെ റൗണ്ട്സിന് വരുമ്പോൾ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോകാം. ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നില്ലേ? ജിബിൻ ചോദിച്ചു. ഉവ്, ഉച്ചയ്ക്ക് സിസ്റ്റർ കൊണ്ട് തന്നിരുന്നു, അവൾ പറഞ്ഞു. ശരി, എന്നാൽ റെസ്റ്റ് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ജിബിൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ ഇറങ്ങുമ്പോൾ അവൾ അവനെ വിളിച്ചു. സാർ, എനിക്കൊരു കാര്യം. അത് കേട്ടപ്പോൾ ജിബിൻ ഒന്ന് അവളെ തിരിഞ്ഞു നോക്കി. എന്താ, പറഞ്ഞോളൂ, ജിബിൻ പറഞ്ഞു. സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അത്ര വലിയ ദയയാണ് സാർ ഇന്നലെ എന്നോട് കാണിച്ചത്. ജോലി കഴിഞ്ഞു പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ കയ്യിൽ പൈസയൊന്നും കരുതിയിരുന്നില്ല. അപകടം പറ്റുമെന്ന് ഓർത്തതുമില്ല. അവളപ്പോൾ അവളുടെ തലയിണ പൊന്തിച്ച് തലയിണക്കടിയിൽ നിന്ന് അവളുടെ കഴുത്തിലെ ഊരി വെച്ചിരുന്ന കുഞ്ഞു ചെയിൻ കയ്യിലെടുത്തു. ജിബിൻ അപ്പോൾ അത്ഭുതത്തോടെ അവളുടെ കയ്യിലേക്ക് നോക്കി. പറയാൻ മാത്രം വലിയ വലുപ്പമൊന്നുമില്ല, നൂലുപോലെ കാണുന്ന ഒരു കുഞ്ഞു ചെയിൻ. ജിബിൻ അതിലേക്ക് തന്നെ ഒന്നുകൂടെ നോക്കി. വലിയ തൂക്കമുള്ളതൊന്നുമല്ല സാർ. വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഇവിടുത്തെ ബില്ലടയ്ക്കാമെന്ന് വെച്ചാൽ പരിക്ക് പറ്റി പോയതുകൊണ്ട് ഇപ്പോൾ പോകാൻ വയ്യാത്തത് കൊണ്ടാണ്. സാർ ഇത് വാങ്ങണം. എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. ബാക്കി വരുന്ന പൈസ എത്രയായാലും കുറച്ച് സാവകാശം തന്നാൽ ഞാൻ അടച്ചു തീർത്തോളാം. എത്രയൊക്കെ നന്ദി പറഞ്ഞാലും എങ്ങനെയൊക്കെ പകരം തന്നാലും ഇന്നലെ സാറ് കാണിച്ച ദയയ്ക്ക് പകരമാകില്ല. എന്നാലും അവൾ വിനയത്തോടെ ആ ചെയിൻ അവന് നേരെ വെച്ചു നീട്ടി. പെട്ടെന്ന് അവൾ അത് ചെയ്തപ്പോൾ ജിബിൻ ഒരു നിമിഷം അമ്പരന്നു. ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ അവന് വല്ലാത്ത വിഷമമാണ് തോന്നിയത്. അവൻ ഒരു നിമിഷം അവളുടെ കയ്യിൽ കിടക്കുന്ന ചെയിനിലേക്ക് നോക്കി. വളരെ നേരിയ ആ ചെയിൻ കാണുമ്പോൾ അവളോളം തന്നെ ഓമനത്വം അവന് തോന്നി. പിന്നെ അവളുടെ മുഖത്തേക്ക് സഹതാപത്തോടെ നോക്കി. ശേഷം അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ ഇത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണക്കെഴുതി വെച്ചിട്ടുമല്ല ഞാൻ ട്രീറ്റ്മെൻറ്റ് തരാൻ പറഞ്ഞത്. എല്ലാവരെയും ഒന്നും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ലേ ഈ ജീവിതം കൊണ്ടൊരർത്ഥമൊക്കെ ഉള്ളൂ. ചിലർക്കൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. അതുകൊണ്ടാ മറിയാമ്മ സിസ്റ്റർ കുട്ടിക്ക് നമ്പർ തന്നത്. ആ സമയത്ത് എൻ്റെ നമ്പർ വാങ്ങി പിടിച്ച് ഒരു പരിചയമില്ലാത്ത എന്നെ വിളിച്ച് സഹായം ചോദിക്കണമെങ്കിൽ കുട്ടിയുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാമല്ലോ. ഇപ്പോൾ കണ്ടപ്പോൾ അത് മനസ്സിലാകുന്നുമുണ്ട്. അതുകൊണ്ട് അത് സാരമില്ല. ഇവിടെ നിന്ന് കുട്ടിക്ക് ഒരു കുഞ്ഞു ഗുളിക തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ കണക്ക് നോക്കേണ്ട. അതെത്രയാണെന്ന് വെച്ചാൽ ബില്ല് ഞാൻ ഡിഡക്റ്റ് ചെയ്തോളാം. കുട്ടി നേരത്തെ പറഞ്ഞ പോലെ ഒരു സഹായമായിട്ട് തന്നെ കൂട്ടിയാൽ മതി. അതിൻ്റെ കടം തീർക്കാൻ ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന ചെയിനൊക്കെ വാങ്ങിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപിയായി പോവില്ലേ? അത് കുട്ടി തന്നെ വച്ചോളൂ. ഇത് മാത്രമല്ലല്ലോ, ഇത് കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണില്ലേ? അതുകൊണ്ട് ഇവിടുത്തെ ബില്ലിൻ്റെ കാര്യമോർത്ത് ടെൻഷൻ ആവുകയേ വേണ്ട കേട്ടോ. ഓക്കെ? ഡോക്ടർ വന്ന് നോക്കിയാൽ ഡിസ്ചാർജ് എഴുതിക്കോളും. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഭേദമാകട്ടെ.
ടേക്ക് കെയർ. ജിബിൻ അത് പറഞ്ഞ് അവളെ നോക്കി ചിരിച്ചു. അവൾക്കപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അവളുടെ കണ്ണൊക്കെ ചെറുതായി നിറഞ്ഞിരുന്നു. ജിബിനോട് എന്ത് പറയണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. സാർ, എനിക്ക് സാറിൻ്റെ കാലിലൊന്ന് തൊടാൻ. അത്രയ്ക്ക് വേദനിച്ചിരിക്കുമ്പോഴാണ് ഞാൻ സാറിനെ വിളിച്ചത്. എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തുന്ന പോലെ വേദനയായിരുന്നു. ആ നിമിഷം സാർ ആ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ രാത്രി ഞാൻ എങ്ങോട്ട് പോകുമായിരുന്നു? എന്നും ഞാൻ സാറിന് വേണ്ടി പ്രാർത്ഥിക്കും. സാറിന് നല്ലതേ വരൂ. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവുന്നതല്ല എനിക്ക് സാറിനോടുള്ള നന്ദി. വളരെ ഉപകാരം. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകിയിരുന്നു. ജിബിൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ ഓമനത്വവും കണ്ണുകളും സൗമ്യതയോടെയുള്ള ചെറിയ സംസാരവും ഒക്കെ കേട്ടപ്പോൾ ജിബിനും വല്ലാത്തൊരിഷ്ടം അവളോട് തോന്നി. വളരെ സൗമ്യമായി ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു പാവം കുട്ടി. സാരമില്ലെന്നേ, കുട്ടി ഇനി അതോർത്ത് വിഷമിക്കേണ്ട. ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ബൈസ്റ്റാൻഡറായിട്ട് കൂടെ നിൽക്കാൻ പോലും ആരുമില്ലല്ലോ. കുട്ടിക്ക് ഇവിടെ റിലേറ്റീവ്സ് ആരുമില്ലേ? ജിബിൻ ചോദിച്ചു. അവളപ്പോൾ ഒരു കൈകൊണ്ട് വേഗത്തിൽ അവളുടെ 2 കണ്ണും തുടച്ചു. എന്നിട്ട് ജിബിനെ നോക്കി. ആരുമില്ല സാർ, നാട് ഇവിടെയല്ല. ഞാനിവിടെ ജോലി ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആ, അതറിയാം. മറിയാമ്മ സിസ്റ്റർ പറഞ്ഞു ഇവിടെ IT പാർക്കിലാണ് ജോബെന്ന്. ശരിക്കും ഈ കറണ്ട് ലൊക്കേഷൻ എവിടെയാണ്? കുട്ടിയുടെ ഹോം ടൗൺ? ജിബിൻ അവളോട് ചോദിച്ചു. വീട് ഒറ്റപ്പാലത്താണ്, പാലക്കാട്, അവൾ പറഞ്ഞു. അത് ശരി, ഒറ്റപ്പാലത്താണല്ലേ. എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട് അവിടെയാണ്. അമ്മച്ചിക്ക് അവിടെ കുറച്ച് സ്ഥലമൊക്കെയുണ്ട്. വല്ലപ്പോഴുമൊക്കെ അവിടെ വരാറുണ്ട്, സ്ഥിരമായിട്ടില്ല. എന്നാലും അറിയാം സ്ഥലമൊക്കെ, ജിബിൻ പറഞ്ഞു. ശ്രീലക്ഷ്മി അപ്പോഴും ജിബിനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. ഇനിയിപ്പോൾ കുട്ടി നാളെ ഡിസ്ചാർജ് ആയാൽ വീട്ടിലേക്കല്ലേ പോവുക? അല്ല, വയ്യാത്ത കാര്യം വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? കൂടെ നിൽക്കാൻ വീട്ടിൽ നിന്ന് ആരും എന്താ വരാതിരുന്നത്? ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുറച്ചു കാലം ജോലിക്ക് പോകാൻ കഴിയില്ലല്ലോ. നാളെ വീട്ടിലേക്കല്ലേ? ജിബിൻ അവളോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ചിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ നിറഞ്ഞ കണ്ണുകളോടെ അവളൊരു നിസ്സഹായാവസ്ഥയിൽ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അറിയില്ല സാർ, അവിടെ നിന്ന് ആരും വരില്ല. അവൾ ഒരു വിധത്തിൽ പറഞ്ഞപ്പോൾ ജിബിൻ അവളെ തന്നെ നോക്കി. എന്തു പറ്റി? എനി പ്രോബ്ലം? വീട്ടിലാരുമില്ലേ? ജിബിൻ ചോദിച്ചപ്പോൾ അവൾ ഒന്നുകൂടെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. പക്ഷേ അവൾ എന്തു പറയണമെന്നറിയാതെ ഒന്ന് പരുങ്ങി. എന്തു പറ്റി? ജിബിൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവരെന്നെ നോക്കില്ല, അവർക്കെന്നെ ഇഷ്ടമല്ല. അത് കേട്ടപ്പോൾ ജിബിൻ ഒരു നിമിഷം അത്ഭുതമാണ് തോന്നിയത്. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ, അതും ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. അതെന്താ അങ്ങനെ? ജിബിൻ അവളോട് ചോദിച്ചു. അത് പണ്ട് മുതലേ അങ്ങനെയാണ് സാർ. വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. അച്ഛനെന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനല്ല, രണ്ടാനച്ഛനാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയതാണ്. ഞാൻ അമ്മയോടൊപ്പമായിരുന്നു. അച്ഛനിപ്പോൾ ഗൾഫിലാണ്. വേറെ വിവാഹമൊക്കെ കഴിച്ച് അച്ഛനും വേറെ ഭാര്യയും മക്കളുമൊക്കെയായി സുഖമായി ജീവിക്കുന്നു. അമ്മയുടെ കൂടെയാണ് ഞാനെങ്കിലും അമ്മയും ഞാനുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. ഇവിടെയും അമ്മ വേറെ വിവാഹം കഴിച്ചു. രണ്ടാനച്ഛനും അമ്മയും അവരിലൊരു മോനുണ്ട്. ആളും കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു. അവൾ അത് പറഞ്ഞപ്പോൾ ജിബിൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ കാര്യം? അവർക്കൊരധികപ്പറ്റായിട്ട് അങ്ങനെ വളർന്നു. അച്ഛൻ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അമ്മയാണ് വളർത്തിയത്. കഴിക്കാൻ ഭക്ഷണം തന്നു. അമ്മയോടൊപ്പം വളർന്നു എന്നല്ലാതെ അതിൽ കൂടുതലുള്ള ഒരു ബന്ധവും അമ്മയും ഞാനും തമ്മിലില്ല. അച്ഛനോടുള്ള വെറുപ്പ് തന്നെ അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്നു. ആളുടെ ചോര ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റിയിരുന്നില്ല. പോകാനൊരിടമില്ലാത്തതുകൊണ്ട് അവരുടെ കൂടെ പറ്റിച്ചേർന്ന് അങ്ങനെ നിന്നു. ഇറങ്ങിപ്പോയിക്കോളാൻ പലതവണ അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങോട്ട് അറിയില്ലായിരുന്നു. അമ്മ പണ്ട് മുതലേ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. കുടുംബം, കുട്ടികൾ, അതിലൊന്നും അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പല ആളുകളുമായി അമ്മയ്ക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്തത്. അവർ പിരിഞ്ഞു. പക്ഷേ സ്വന്തം ചോരയിലുള്ള മോളാണെന്ന് അച്ഛനും എന്നെപ്പറ്റി പിന്നെ ഓർത്തില്ല. അച്ഛനെ പണ്ട് മുതലേ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ആ ചോരയിലുണ്ടായ മോളെ അമ്മയ്ക്കും സ്നേഹിക്കാൻ കഴിഞ്ഞില്ല.
അച്ഛനുള്ളപ്പോൾ ബന്ധമുണ്ടായിരുന്ന ഒരാളെ തന്നെയാണ് അമ്മ വിവാഹം കഴിച്ചത്. അവരിപ്പോൾ അവരുടെ ജീവിതവുമൊക്കെയായി ജീവിക്കുന്നു. അതിനിടയിൽ ഒരധികപ്പറ്റ് പോലെ എങ്ങനെയോ ഞാനും വളർന്നു. കാലം പോകുമ്പോൾ കുട്ടികൾ ഉയരവും തടിയും വെക്കുമെന്ന് പറയുന്ന പോലെ സമയം പോയപ്പോൾ അങ്ങ് വലുതായി പോയി. അല്ലാതെ വളർത്തിയിട്ടില്ല, സ്നേഹിച്ചിട്ടുമില്ല. എങ്ങനെയോ ഈ പ്രായം വരെ എത്തി. ഡിഗ്രി വരെ പഠിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പണിയെടുക്കുന്ന പൈസയൊക്കെ വളർത്തിയ കണക്കും പറഞ്ഞ് അവർ തന്നെ വാങ്ങിക്കും. 5 വർഷം അവിടെ ജോലിയെടുത്തു. പക്ഷേ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല. ആരോടും പറയാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു. ആ 5 വർഷത്തിൽ അമ്മ കാണാതെ കുറേശ്ശെ പൈസ സ്വരുക്കൂട്ടി വെച്ച് വാങ്ങിയതാണ് ഈ ചെയിൻ. ശരിക്കു പറഞ്ഞാൽ 5 വർഷത്തെ സമ്പാദ്യമെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. സാറ് സഹായിച്ചതുകൊണ്ട് മാത്രമാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ആരെയും പരിചയമില്ല. ജോലിക്ക് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, അവൾ പറഞ്ഞു. ജിബിൻ അപ്പോഴും അവളുടെ ഉണ്ട കണ്ണുകളിലേക്കും വെളുത്ത മുഖത്തേക്കും തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവനൊരു നിമിഷം ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആരും വരില്ല, നോക്കാൻ ആരുമില്ല. എന്താ ചെയ്യുക എന്നറിയില്ല. ഡിസ്ചാർജ് ചെയ്തിട്ട് ഹോസ്റ്റലിൽ പോകാമെന്ന് വെക്കാം. പക്ഷേ ജോലിക്ക് പോകാതെ ജീവിക്കാനാവില്ലല്ലോ. ശ്രീലക്ഷ്മി അവളുടെ കണ്ണുകൾ തുടച്ചു. കല്യാണം കഴിച്ച പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ തന്നെ മുറിപ്പെടുത്തുന്ന വലിയ വിഷമം ഓർത്തപ്പോൾ ജിബിൻ അവനോട് തന്നെ പുച്ഛം തോന്നി. ആരോരുമില്ലാതെ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിക്ക് മുന്നിൽ തൻ്റെ വിഷമമൊക്കെ എത്ര ചെറുതാണെന്ന് അവന് തോന്നി. എന്താ പെട്ടെന്ന് പിന്നെ ജോലിമാറ്റം കിട്ടി ഇങ്ങോട്ട് പോന്നത്? ജിബിൻ അവളോട് ചോദിച്ചു. അത് സാർ, 5 വർഷം പണിയെടുത്ത പൈസ മുഴുവൻ അവർ വാങ്ങിവെച്ചു. അതിലൊന്നും ഒരു പരാതിയുമില്ല. ഒരു നല്ല ഡ്രസ്സ് ഇടണമെന്ന് പോലും ആഗ്രഹിച്ചിട്ടുമില്ല. ജോലി ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകാമെന്ന് തന്നെയായിരുന്നു കരുതിയത്. പക്ഷേ അമ്മയുടെ പരിചയത്തിലുള്ള ആരുടെയോ ഒരു കല്യാണാലോചന കൊണ്ടുവന്നു. അവിടെ അവരോടൊപ്പം ജീവിക്കുന്നതിലും നല്ലത് ആരുടെയെങ്കിലും ഭാര്യയായി ഒരു തണലിൽ കൂടുന്നത് തന്നെയാണ്. പക്ഷേ കൊണ്ടുവന്ന ആലോചന ആ ആളുടെ 3ാം വിവാഹമായിരുന്നു. ആദ്യ ഭാര്യ ഇട്ടേച്ചു പോയതാണ്. 2ാമത്തെ ആള് സൂയിസൈഡ് ചെയ്തു. 3ാമതായിട്ടാണ് എന്നെ കൊടുക്കാൻ അവരൊരുങ്ങിയത്. അതിലും നല്ലത് മരണമാണെന്ന് എനിക്ക് തോന്നി. ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നറിയാതെ എന്തിനാ വെറുതെ ഇങ്ങനൊരു ജീവിതം? അങ്ങനെ ഒരാളുടെ ഭാര്യയായി പോകുന്നത് ആലോചിക്കുമ്പോൾ ഉള്ളിലൊരു ഭയം തോന്നില്ലേ? ആ ഒരു പേടി ഇപ്പോഴുമുണ്ട്. മരിക്കാനാണ് തോന്നിയത്. പക്ഷേ എങ്ങനെ മരിക്കണമെന്ന് ധൈര്യം വന്നില്ല. അപ്പോഴാണ് ഓഫീസിലെ മാഡം ഇവിടെ IT പാർക്കിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞത്. മെയിൽ അയച്ചു നോക്കിയപ്പോൾ ഇവിടെ കിട്ടുകയും ചെയ്തു. താമസിക്കാൻ ലേഡീസ് ഹോസ്റ്റലും മാഡം തന്നെ ശരിയാക്കി തന്നു. അങ്ങനെയാ അവിടെ വിട്ട് ഇങ്ങോട്ട് പോന്നത്. അവർ പിറകെ വരുമോ എന്ന പേടിയുണ്ടായിരുന്നു. മരിക്കുന്നതാണ് നല്ലതെന്ന് ഇവിടെ എത്തിയപ്പോഴും തോന്നിയിരുന്നു. ആർക്കു വേണ്ടിയാ ഇങ്ങനെ പൊരുതി ജീവിക്കുന്നത് എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അപ്പോഴും ഉള്ളിൽ ജീവിക്കാൻ ഒരു കൊതി. ജനിച്ചന്നു മുതൽ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് ജീവിതത്തിലെ ഒരല്പം സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ട് പിന്നെ മരിക്കണമെങ്കിൽ മരിക്കാലോ എന്ന് കരുതി. അങ്ങനെ ഇവിടെ ആദ്യമായിട്ട് ജോലിക്ക് കയറിയ ദിവസമായിരുന്നു ഇന്നലെ. പക്ഷേ അവിടെയും വിധി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് തോൽപ്പിച്ചു. ഇൻഷുറൻസ് കമ്പനിയിലെ മാഡത്തിൻ്റെ ഫ്രണ്ടാണ് ലേഡീസ് ഹോസ്റ്റലിലെ വാർഡൻ. ഞാൻ ഓഫീസിലേക്ക് ബസ്സിന് വരാമെന്നാണ് കരുതിയത്. ആദ്യത്തെ ദിവസമായതുകൊണ്ട് സ്കൂട്ടി എടുത്തു പോയിക്കോളാൻ വാർഡൻ നിർബന്ധിച്ചതായിരുന്നു. നല്ല സന്തോഷത്തിൽ പുതിയ ജോലിക്ക് ഇറങ്ങിയത് അതിങ്ങനെ ആയിപ്പോയി. ആരൊക്കെയോ കൂടി ഇവിടെ കൊണ്ടുവന്നു. ഒരു വഴിയുമില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ കരഞ്ഞു കിടക്കുമ്പോളാ ദൈവത്തെ പോലെ മറിയാമ്മ സിസ്റ്റർ സാറിൻ്റെ നമ്പർ തന്നത്. മറക്കില്ല സാറിനെ, മരണം വരെ. ജീവിതത്തിൽ ഇന്ന് വരെ ആരും കാണിക്കാത്ത കൃപയാണ് സാർ ഇന്നലെ എന്നോട്. അത് പറയുമ്പോഴേക്കും അവളുടെ സങ്കടത്തെ അടക്കി വെക്കാൻ കഴിയാതെ അവൾ വിങ്ങിപ്പൊട്ടിപ്പോയിരുന്നു. ജിബിൻ അപ്പോൾ അവളെ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോടപ്പോൾ വല്ലാത്ത പ്രണയം തോന്നുകയായിരുന്നു. അവൾ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ദൈവം അവളെ തൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചതിന് എന്തൊക്കെയോ ഒരു കാരണമുള്ള പോലെ ജിബിന് തോന്നി. ആരുമില്ലാത്തൊരു പെൺകുട്ടിയെ ദൈവം താനുമായി ബന്ധപ്പെടുത്തി തന്നില്ലേ? ഇട്ടുമൂടാനുള്ള സ്വത്തും പണവും ബിസിനസ്സും എല്ലാം ഉള്ളപ്പോഴും താൻ ആഗ്രഹിച്ചത് ഇതുപോലെ ഒരാളെയല്ലേ? ഇതുപോലെ ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ പല വിവാഹാലോചനകളിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറി നടന്നിരുന്നത്? ഒടുക്കം അമ്മച്ചിയായിട്ട് കണ്ടുപിടിച്ച് തന്ന ആളെ താൻ സ്നേഹിച്ചു തുടങ്ങിയതും നല്ലൊരു ജീവിതത്തിന് വേണ്ടി തന്നെയല്ലേ?
ഒടുക്കം വിധി തന്നെ ഈ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അവളുടെ വാക്കുകൾ കേട്ടപ്പോഴും അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും കണ്ണും മനസ്സും അവളിൽ നിന്നും മാറ്റാനാകാത്ത പോലെ ജിബിന് തോന്നി. അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ എല്ലാ വിഷമങ്ങളും അവൻ്റെ ഉള്ളിൽ നിന്ന് പോയ പോലെ, ഹൃദയത്തിൻ്റെ ഏതോ ഒരു വാതിൽ തുറന്ന് പ്രണയം പുറത്തേക്ക് വരുന്നത് പോലെ. അവളെ ഒന്ന് ചേർത്ത് പിടിച്ചാശ്വസിപ്പിക്കാൻ അവന് തോന്നി. പറഞ്ഞറിയിക്കാനാവാത്ത പ്രണയത്തോടെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി.